ഗൈസ് നമുക്കറിയാമല്ലോ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആശങ്കകളൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അത് വരാനുള്ളൊരു കാരണം ഇപ്പോൾ കഴിഞ്ഞൊരു മത്സരത്തിൽ ഒരു കോൺക്രീറ്റ് പാളി മത്സരം കാണാൻ വന്ന ഒരാളുടെ കയ്യിൽ വീഴുകയും ഒരു മൈനർ ഇഞ്ചറി സംഭവിക്കുകയും പിന്നീട് ആ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം സ്റ്റേഡിയത്തിലുള്ള പല പ്രശ്നങ്ങളൊക്കെ ആരാധകരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് ആ ഒരു കുലുക്കവും അല്ലെങ്കിൽ ചില ഭാഗത്തുള്ള ചില ഇതേപോലത്തെ പ്രശ്നങ്ങളും അതുപോലെ ചോർച്ച ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം GCDയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു കാര്യങ്ങൾ നമുക്ക് വരികയാണ്. എല്ലാവരും ഒരു ആർട്ടിക്കിളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ഇവരെന്താണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് കിട്ടിയത്. അലനാണ് ആ ഒരു ആർട്ടിക്കിൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, നമ്മൾ കഴിഞ്ഞ ലൈവിൽ അലൻ നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അലനാണ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിയിരിക്കുന്നത്. GCDയുടെ സൂപ്രണ്ടന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീലത PR ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ളൊരു റെനോവേഷൻ്റെ ഒരു ആവശ്യകത നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അവർ ഒരു റെനോവേഷൻ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. ഫെബ്രുവരിയോടുകൂടി ആ ഒരു റെനോവേഷൻസ് ആദ്യം വേണ്ട റെനോവേഷൻസ് തീർക്കുമെന്നുള്ള തരത്തിലേക്കാണ് ഒരു ഡിസിഷനിൽ എത്തിയിരിക്കുന്നത്. അതായത് ജനുവരി മാസത്തിൽ ISL ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മാസം ആ ഒരു റെനോവേഷനിലേക്ക് വേണ്ടി ഇത് ചെയ്യും. അതിനുശേഷം ISL മത്സരങ്ങൾക്ക് ശേഷം ആ റെനോവേഷൻ തുടരും എന്നുള്ള തരത്തിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ആ ഡ്രസ് വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം, അത് മൊത്തത്തിലൊരു മാറ്റണമെന്നൊക്കെയുള്ള തരത്തിൽ ഒരു കാര്യങ്ങളൊക്കെ ആരാധകരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സൂപ്രണ്ടന്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റെനോവേഷൻസ് ആവശ്യമാണ്, പക്ഷേ അത് മൊത്തത്തിൽ മാറ്റേണ്ട ഒരു ആവശ്യകത നിലവിലില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ്വാരങ്ങളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതും വന്നതാണ്. അപ്പം അത് ഒരു കാര്യമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തന്നെ അവർ പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റെനോവേഷൻസ് ഉടനെ തന്നെ നടത്തുവാൻ ടെൻഡറൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡിലുണ്ടാകുന്ന ഒരു കുലുക്കം നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഗോൾസൊക്കെ അടിക്കുന്ന സമയത്ത് ക്യാമറയിൽ വലിയ തോതിൽ ഇങ്ങനെ കുലുങ്ങിയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകുമോ എന്നുള്ളതായിരുന്നു. അപ്പം അതും സൂപ്രണ്ടന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അതുകൊണ്ടാണ് വരുന്നത്. അല്ലാണ്ട് സ്റ്റാൻഡിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതവർ ഉറപ്പിക്കാൻ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ ഇതിൽ 100% കമ്മിറ്റഡ് ആണ്, ഞങ്ങൾ ഒരുവിധം മാച്ചസൊക്കെ ഫാമിലി ആയിട്ട് വന്ന് കാണുന്നതാണ്. അപ്പം ആ ഒരു രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധകരെ അവർ മാനിക്കുന്നു, അല്ലാണ്ട് ആ ഒരു പ്രശ്നം ആളുകൾ പേടിക്കുന്ന തരത്തിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഇല്ല. പക്ഷേ റെനോവേഷൻസ് ചിലതൊക്കെ ആവശ്യമാണ് എന്നുള്ളതാണ്. പിന്നെ KBFC ഒക്കെ ആയിട്ട് GCDക്ക് നല്ല ബന്ധമാണുള്ളത്, ഗവൺമെൻറ് സപ്പോർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾ വായിച്ചാൽ മതി. ഞാനിപ്പം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ തോതിലുള്ള ഈ റെനോവേഷൻസ് നടത്തിയിട്ട് പിന്നീട് ISLന് ശേഷം ആ ഒരു വർക്ക്സിലേക്ക് കടക്കും. സോ മിക്കവാറും ചിലപ്പം അടുത്ത സ്കെഡ്യൂളിലെ KBFCയുടെ ചില മാച്ചസ്, ഫെബ്രുവരിയിലെ മാച്ചസൊക്കെ കുറച്ച് വൈകാൻ സാധ്യത ഉണ്ടായിരിക്കും. ചിലപ്പോൾ റെനോവേഷനൊക്കെ ആയിട്ട് ആദ്യം 1-2 അവേ മാച്ചസ് കളിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി KBFC ഇപ്പം കുറച്ചധികം, അതായത് എവേക്കാൾ ഇരട്ടി കൂടുതൽ ഹോം മാച്ചസ് കളിച്ചുകൊണ്ട് അതിനുള്ള സാധ്യത നമുക്ക് ഉണ്ട്, ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുക. എനിക്ക് കാണുന്ന സനിയ.